ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കി വരാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് മുട്ട വേണം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. ഇനി ഇത് നല്ലോണം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് പാലാണ്. അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് ബ്രെഡാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഇത്രയും മുട്ട വെച്ചിട്ട് ഒരു 7 ബ്രെഡ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ ഒന്നുകിൽ ബട്ടർ ചേർക്കാം, അതല്ലെങ്കിൽ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഓരോ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഈ മുട്ടയുടെ മിക്സിയിൽ തിരിച്ചു മറിച്ച് നല്ലോണം ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പാനിലേക്ക് ഇട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഒരു വശം ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിടാം. അപ്പോൾ മറുവശം ആയി വന്നിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം.